ഇന്റർ മിലാനെതിരെ ഇപ്പോൾ ഇന്ന് ലിവർപൂൾ കളിക്കാൻ ഇറങ്ങുമ്പോൾ ആരില്ല, മുഹമ്മദ് സാല ഇല്ല. അതിന് കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ, അല്ലെങ്കിൽ അത് കോച്ചിന്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഒരു തെറ്റുമില്ലാത്ത ഡിസിഷൻ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഇതുപോലൊരു ഒരു ബൈറ്റൊക്കെ കൊടുക്കുന്ന സമയത്ത് കോച്ചല്ലേ, കോച്ചിൻ്റെതായിട്ടുള്ള വികാരങ്ങൾ ഉണ്ടാവില്ലേ എന്നുള്ളതും ഒരു ശരി തന്നെയാണ്. എന്നാൽ ഇപ്പുറത്തേക്ക് മുഹമ്മദ് സാല പറഞ്ഞ കാര്യവും ശരിയല്ലേ എന്ന് ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയൊക്കെയോ ശരിയാണ് എന്ന് നമുക്ക് തോന്നുന്ന സിറ്റുവേഷനാണ്. എന്തായാലും ഈ ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. നമ്മുടെ കണ്ടന്റ്സും കാര്യങ്ങളും ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്, മുഹമ്മദ് സാല പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എനിക്ക് തോന്നുന്നു ഫുട്ബോളിൽ വലിയ ഹേറ്റേഴ്സ് ഒന്നും ഇല്ലാതെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു താരം തന്നെയാണ് സാല, അല്ലേ? ആൻഡ് ഈ സീസൺ തുടങ്ങിയ സമയത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എക്സ്കാസ്റ്റിൽ ഉണ്ടായിരുന്ന സാധനത്തിനകത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാലയ്ക്ക് ചിലപ്പോൾ ഒരു നല്ല കാലമായിരിക്കില്ല. അതുപോലെ ലിവർപൂളിൽ കുറച്ച് പേരുടെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏകദേശം ഒക്കെ ശരിയായി വരുന്ന പോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ എവിടെയാണ് സാല പറഞ്ഞതിൽ നമുക്ക് ശരി തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ പുള്ളിയെ ബെഞ്ചിലിരുത്തുന്നു, പുള്ളിയെ അവോയ്ഡ് ചെയ്യുന്നു, പുള്ളിയെ ഈ സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് എവിടെയോ എല്ലാം പുള്ളിയുടെ തലയിൽ വെച്ച് കെട്ടുകയാണോ എന്നൊരു തോന്നൽ പുള്ളിക്ക് തോന്നിയാൽ അതിൽ നമുക്ക് പുള്ളിയെ കുറ്റം പറയാൻ പറ്റുമെന്നുള്ളത് ഒരു ശരിയായ ചോദ്യം തന്നെയാണ് കേട്ടോ. ഇനി രണ്ടാമത് കോച്ചിൻ്റെ സൈഡിൽ നിന്ന് ആലോചിക്കാം. കോച്ചിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള സൈനിങ്ങുകളും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നു. കഴിഞ്ഞ ചാമ്പ്യന്മാരാണ്. എന്തുകൊണ്ടും ഡിഫെൻഡ് ചെയ്ത് നിർത്തിയിരുന്നെങ്കിൽ കുറേയൊക്കെ രക്ഷപ്പെടാവുന്ന മത്സരങ്ങളിലൊക്കെ ഡിഫെൻസീവ് എറർ കൊണ്ട് മാത്രമാണ് ലിവർപൂൾ തോറ്റതായിട്ട് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് എന്നിട്ടും എവിടെ പ്രശ്നം വരുന്നത്? എവിടെയൊക്കെയോ ഒരു സ്വരം സാലയിലേക്ക് മാത്രം ഒതുങ്ങി തീർന്നു പോകുന്നത് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അത് കോച്ചിനെ ബ്ലെയിം ചെയ്യണോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പ്ലേയേഴ്സിനെ ബ്ലെയിം ചെയ്യണോ എന്നുള്ളതല്ല. ഈ ടീമിൽ ഒരുപാട് പേർക്ക് ഈ ബ്ലെയിമിന് ഉത്തരവാദിത്തം ഉണ്ട് എന്നുള്ളതാണ്. ഈ സാധനം ഇങ്ങനെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ലിവർപൂളിന് ഇത് കാര്യമായ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കും. എന്തായാലും നിങ്ങൾക്ക് ഈ വിഷയത്തിലുള്ള അഭിപ്രായം താഴെ കമൻറ്റ് കയറും.